തെരഞ്ഞെടുപ്പ് ആവേശം കൂടി വരികയാണ്. എന്താണ് ലോക്സഭയിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ലോക്സഭയിലെ പ്രതീക്ഷകൾ ശുഭപ്രതീക്ഷയാണ്. ഒരുപാട് കലാകാരന്മാരെ സംബന്ധിച്ചിട്ട് ഉള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. കുറേ നാളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനോ പ്രകടിപ്പിക്കാനോ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. കേരളത്തിലല്ല, മൊത്തം ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ഒരാളെയും മൂടിക്കെട്ടാനോ അധികാലം പറ്റില്ല. ഒരു സമയമാകുമ്പോൾ ഇവർ പ്രതികരിക്കും. എന്നും ഈ റിനൈസൻസ് എന്ന് പറയുന്ന ഒരു ഇത് തന്നെ നമ്മൾ പഠിക്കുന്നത്, എപ്പോൾ എങ്ങനെ ഒതുക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം ഇവർ പ്രതികരിക്കും. അപ്പം അങ്ങനെ പ്രതികരിക്കേണ്ട ഒരു സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെ ഭാരതം എന്ന് പറയുന്നത്. അപ്പം അവിടെ നമുക്ക് അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല, ഇത് നിങ്ങൾ ചിത്രീകരിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഒരു പേര് പോലും പറയണമെങ്കിൽ 4 പ്രാവശ്യം ആലോചിക്കണം. നാടകത്തിലായാലും സിനിമയിലായാലും നോവലിലായാലും എല്ലാത്തിലും. രാജ്യത്തെ മൊത്തം സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. മൊത്തം സാഹചര്യം പറയുന്നത്. അത് കേരളം വിഭിന്നമാണോ? അല്ല, മൊത്തത്തിൽ ഉണ്ട്. മൊത്തത്തിൽ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു എന്താ പറയുക, ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ്. അത് പിന്നെ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്, ഉണ്ടാകണം. 2 തവണ നിയമസഭയിലേക്കായിരുന്നു മത്സരിച്ചത്. ഇതിപ്പോൾ ലോക്സഭയാണ്, വലിയ വിശാലമായ മണ്ഡലമാണ്. അവിടെയൊക്കെ ഓടിയെത്തണം. എങ്ങനെയാണ് താങ്കളുടെ പ്രതീക്ഷകൾ? എങ്ങനെയാണ് മുകേഷിനെ സംബന്ധിച്ച് എത്രമാത്രം സാധ്യത കാണും? NKP ആണ് എതിർ സ്ഥാനാർത്ഥി എന്നൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ. എതിർ സ്ഥാനാർത്ഥി എപ്പോഴും പ്രബലനായിരിക്കണം, എന്നാലേ മത്സരത്തിനുള്ള ഒരു വാശി ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ മത്സരം ഇല്ലല്ലോ. പിന്നെ മത്സരിച്ച് തന്നെ ജയിക്കണമെന്നാണ് ഞങ്ങളെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളതും. അതാണ് സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുക, ധൈര്യമായി നിൽക്കുക. അപ്പോൾ ധൈര്യമായി നിൽക്കുക. ജയവും തോൽവിയും പിന്നത്തെ പ്രശ്നമാണ്. നമ്മുടെ പക്ഷത്ത് നിന്ന് നോക്കിയാൽ ഞങ്ങൾ പെർഫെക്റ്റാണ്. എല്ലാ LDF സ്ഥാനാർത്ഥികളും പെർഫെക്റ്റാണ്. അപ്പോൾ ആ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് എല്ലാവരും വോട്ട് ചെയ്യേണ്ടത്. ഈ മുകേഷിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്ലസ് പോയിന്റ് എന്താണ് കരുതുന്നത്? അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ജനകീയനാണ്. പിന്നെ ലൈറ്റ് ഹാർട്ടഡ് ആണ്. ഒരുപാട് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുക എന്നുള്ളത് വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് പലതരത്തിൽ അദ്ദേഹത്തിനെ പിന്നെ എന്താ പറയുന്നത്, മെന്റലി ബ്ലോക്ക് ചെയ്യാനും തളർത്താനും ശ്രമിച്ചാൽ പോലും അദ്ദേഹം പുഞ്ചിരിയോടാണ് അത് കാണുന്നതും അതിൽ തമാശ കാണുന്ന ഒരാളാണ്. അപ്പൊ ജീവിതം അത്ര ലൈറ്റായിട്ട് കാണുന്ന ഒരാൾക്ക് ചുറ്റും നിൽക്കുന്നവരിൽ ഒരു സന്തോഷത്തിന്റെ പ്രകാശം പരത്താൻ സാധിക്കുന്നുണ്ട്. അത് പതിറ്റാണ്ടുകളായ ഒരു നടൻ എന്ന നിലയിൽ മുകേഷിന് അത് സാധിക്കുന്നുണ്ട്. ജനപ്രതിനിധി എന്ന നിലയിൽ ഏതാണ്ട് 7.5 കൊല്ലമാകുന്നു. ഇതിപ്പോൾ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം എന്ന് തന്നെ പറയാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. രാജ്യത്തിന്റെ സാഹചര്യം മാഡം സൂചിപ്പിച്ചതുപോലെ, ചേച്ചി സൂചിപ്പിച്ചതുപോലെ ഇതാണ്. അപ്പോൾ ഉത്തരവാദിത്വം കൂടുന്നു എന്നതാണോ മനസ്സിലാക്കുന്നത്? ഉത്തരവാദിത്വം ഇപ്പം ചെറുതായാലും വലുതായാലും ഒരേ കണക്ക് തന്നെയാണ്. എൻ്റെ അച്ഛൻ 17 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അന്ന് ഈ നാടകം എന്ന് പറയുന്ന ഈ 10 സിനിമയ്ക്ക് കിട്ടുന്ന വാല്യൂവും പബ്ലിസിറ്റിയുമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും നാടകം കാണും. നേരം വെളുക്കുമ്പോഴും അച്ഛൻ എത്തുന്നത്. അതുകൊണ്ട് അച്ഛൻ ഉറക്കക്ഷീണം മാറ്റി വെച്ചിട്ട് ജനങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് പരിഹരിക്കുന്നതാണ് ഞങ്ങൾ കുഞ്ഞിലെ മുതൽ കണ്ടത്. അതുകൊണ്ട് തന്നെ മുകേഷ് ഏട്ടനെ ഒന്നും നിസ്സാരമല്ല. അദ്ദേഹം അതെല്ലാം കാര്യമായി തന്നെ എടുത്ത് ആളുകളുടെ എന്ത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും അത് കാര്യമായി എടുക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യും. നാടിനു വേണ്ടി, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത വികസനങ്ങളാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ജോയ് മോൻ എന്നാണല്ലോ നിങ്ങളെല്ലാം മുകേഷിനെ വീട്ടിൽ വിളിക്കുന്നത്. അപ്പോ ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ അവസാനം അതേ സന്തോഷം നിറഞ്ഞതായിരിക്കുമോ? ജോയ്ഫുൾ ആയിരിക്കുമോ? ജോയ്ഫുൾ ആകണം, ആകുമെന്നുള്ള വിശ്വാസത്തിലല്ലേ നമ്മൾ പോകുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. പ്രചരണത്തിനിറങ്ങുമോ? പിന്നെ തീർച്ചയായിട്ടും എപ്പോഴും പ്രചരണത്തിനിറങ്ങാം. എൻ്റെ അച്ഛൻ നിൽക്കുമ്പോൾ മുതൽ ഞങ്ങളുടെ 3 പേരുടെയും ആദ്യ വോട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനായിരുന്നു കൊടുത്തിരുന്നത് പഞ്ചായത്ത് ഇലക്ഷന്. അപ്പം മുകേഷ് ഏട്ടന് ഞങ്ങൾക്ക് ഇന്നവരെ വോട്ട് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളെ മണ്ഡലം അല്ലേത് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പറയായിരുന്നു ആദ്യമായിട്ട് ഞങ്ങൾ മുകേഷ് ഏട്ടന് വോട്ട് ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ്. വിജയിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. അതിനുള്ള ഒരു നമുക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം 2 പ്രാവശ്യം MLA ആയി നിന്ന് ആ ചെയ്ത പ്രവർത്തനം, അത് എന്തായാലും ജനങ്ങൾ മറക്കില്ലല്ലോ. അവിടെ നൽകിയ വികസനമാണ്
അദ്ദേഹത്തിനുള്ള വിജയസാധ്യത. NK പ്രേമചന്ദ്രൻ എന്ന എതിർ സ്ഥാനാർത്ഥിയെ എങ്ങനെ കാണും? ഞങ്ങളുടെ പണ്ട് മുതലേ അറിയാവുന്ന ആളാണ്, ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്, ഞങ്ങളുടെ നാടകമൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന അദ്ദേഹമാണ്. അങ്ങനെ ഈ പറഞ്ഞ കണക്ക് ഈ മത്സരം വരുമ്പോഴുള്ള അല്ലാതെ മറ്റ് തരത്തിലുള്ള യാതൊരു വിധമായ ശത്രുത മനോഭാവവും ഞങ്ങൾ തമ്മിലില്ല. NK പ്രേമചന്ദ്രൻ സുഹൃത്താണ്, പിന്നെ കുടുംബ സുഹൃത്താണ്. ഇവിടെ ഈ ഭാഗത്ത് വന്ന അമ്മയെ കാണാതെ പോവില്ല. കഴിഞ്ഞ മുന്നത്തെ ആഴ്ചയിലും ഇവിടെ ഒരു മരണത്തിന് വന്നപ്പോൾ അമ്മയെ വന്ന് കണ്ട് സംസാരിച്ചു പോയതാണ്. ഇപ്പോ രാഷ്ട്രീയമായ NK പ്രേമചന്ദ്രൻ ഇപ്പൊ മോദിയെ പുകഴ്ത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആരോപണങ്ങൾ കൂടി നേരിടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതൊക്കെ വിവാദമാകുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നു. ഇപ്പൊ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നല്ലേ, വിരുന്നിന് ഒരു ഫീസ്റ്റിൽ പങ്കെടുക്കുന്നതുകൊണ്ട് രാഷ്ട്രീയമായ നിലപാടുകൾ മാറണമെന്നൊന്നും ഇല്ലല്ലോ. അതൊന്നും നിങ്ങൾ പ്രചരണ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല? ഇല്ലില്ല, അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ ഈ പറഞ്ഞ കണക്ക് നിൽക്കുന്നത് ആദർശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന ആദർശങ്ങൾ എതിരെ അത് ശരിയല്ല, അവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ശരിയല്ല, അവരെ ചില നിലപാടുകൾ ശരിയല്ല, അതിനെതിരെയാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ല വ്യക്തിപരമായി അദ്ദേഹം എന്ത് ചെയ്തു മറ്റു ചെയ്തു വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ വിടുന്നു. മുകേഷിനെ പോലെ തന്നെ ഈ സിനിമ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടല്ലോ, സുരേഷ് ഗോപിയും മത്സര രംഗത്തുണ്ട്, സുഹൃത്തും ഒക്കെ ആയിരിക്കുമല്ലോ, എങ്ങനെയാണ് കാണുന്നത്? സുരേഷ് ഗോപി തൃശ്ശൂരാണല്ലോ മത്സരിക്കുന്നത്. സുരേഷ് ഗോപി മത്സരിക്കുന്നത് ഇപ്പൊ ആദ്യമായിട്ടും അല്ല. അപ്പൊ എന്നും ഒരു കലാകാരൻ മത്സരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹം ജയിക്കണം. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് സെയിം ഫീൽഡ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. കലാകാരൻ എന്ന നിലയിൽ അപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, മത്സരമാവുമ്പോൾ രാഷ്ട്രീയമാവുമ്പോൾ നമ്മൾ നമ്മുടെ പക്ഷത്തെ നിൽക്കുള്ളൂ. അല്ലാതുള്ള സുഹൃത്ത് ബന്ധം വേറെ, രാഷ്ട്രീയമായ നിലപാടുകൾ വേറെയാണ്. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കണോ? മനസ്സിലെന്താണ്? രാഷ്ട്രീയപരമായിട്ട് CPI-ക്കാരൻ അവിടെ നിൽക്കുന്നത്, CPI-ക്കാരൻ ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം.